ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന ഒരു പുതിയ ഓൺലൈൻ ജോബ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ജോബ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ദയവായി കാണുക. കാരണം ഒരുപാട് പേർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ജോബാണത്. കുറച്ച് ടീച്ചിങ് സ്കില്ലൊക്കെ ഉള്ള ഒരാൾക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് കൂടിയാണത്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. അപ്പോൾ ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും പേടിക്കേണ്ട. അത്യാവശ്യം ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോബാണിത്. കാരണം ഇതിനകത്ത് വേറെ കോഡിങ്ങോ അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ ജോബ് പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് യൂസർ ടെസ്റ്റിംഗ്. അപ്പോൾ യൂസർ ടെസ്റ്റിംഗ് എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എല്ലാമാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ യൂസർ ടെസ്റ്റിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ജോബ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് കമ്പനീസ് ഉണ്ട്. പല കമ്പനീസിനും അവർക്ക് വെബ്സൈറ്റ്സ് ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർസും മൊബൈൽ ആപ്ലിക്കേഷൻസും വെബ്സൈറ്റ്സും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ജോലിയാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയി എഫിഷ്യൻസി അല്ല കോഡിങ് സ്കിൽസോ ഒന്നും വേണ്ട. ജസ്റ്റ് നമുക്കൊരു ഇംഗ്ലീഷ് ഫ്ലുവൻസി മാത്രം മതി. പിന്നെ യൂസർ ടെസ്റ്റിങ്ങിൽ പ്രധാനമായും പറയാനുള്ളത്, നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ അതിനകത്ത് നമുക്കൊരു ടെസ്റ്റ് പാസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് എങ്ങനെയാണ് പാസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ബ്രൗസർ ഓപ്പൺ ആക്കി അതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് യൂസർ ടെസ്റ്റിംഗ്. അപ്പോൾ പേജ് തുറന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് താഴെയുണ്ട്, ഇത് കാണാം, യൂസർ ടെസ്റ്റിംഗ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പേജ് ഓപ്പൺ, അതിനകത്ത് ഗെറ്റ് പെയ്ഡ് ടു ടെസ്റ്റ് റൈറ്റ് സൈഡിൽ കാണാം. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. താഴെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് അപ്ലൈ കൊടുക്കുന്നു. അപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ അവർ നമ്മുടെ മെയിലിലോട്ടൊരു ഇമെയിൽ അയക്കും. സോ നമുക്ക് പിന്നെ നമ്മുടെ മെയിലിൽ പോയിട്ട് ആ ഇമെയിൽ തുറന്ന് അതിൻ്റെ താഴെ കംപ്ലീറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അവരുടെ പുതിയ ടാബിൽ അവരുടെ സൈറ്റ് ഓപ്പണായി വരും. അതിനകത്ത് നമ്മൾ താങ്ക്സ് ഫോർ സൈൻ അപ്പ് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു വിൻഡോ തുറന്നു വരും. അതിനകത്തൊരു വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗുഡ് ടെസ്റ്റർ എങ്ങനെ ആവാമെന്നുള്ള വീഡിയോസാണ്. നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ പ്രൊസീജിയർ എന്ന് മനസ്സിലാകും. സോ അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് കാണുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആകും. കാരണം എങ്ങനെയാണെന്ന് അറിയാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ടെസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൊടുക്കാനുള്ളത് കണ്ടിന്യൂ ആണ്. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വരും. അപ്പോൾ നമ്മൾ ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ടെസ്റ്റിങ്ങിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയറാണ്. നമ്മുടെ വീഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അടുത്ത ഇൻ്റർഫേസ് വരുന്നത് സ്റ്റാർട്ട് യുവർ ടെസ്റ്റ് ആണ്. അപ്പോൾ അതിനകത്തൊരു വീഡിയോ ഉണ്ട് എങ്ങനെ സ്റ്റാർട്ട് യുവർ ടെസ്റ്റ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു പോപ്പപ്പ് വരും. അപ്പോൾ പോപ്പപ്പിനകത്ത് നമ്മുടെ മൈക്രോഫോൺ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ മൈക്രോഫോൺ ടെസ്റ്റായി പാസ്സായിട്ടുണ്ട്. എന്നാൽ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ സ്റ്റാർട്ട് റെക്കോർഡിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ വരും. അതിനകത്തിൽ പോപ്പപ്പാണ്. അതിനകത്തിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻ ഇതുണ്ട്. ഫൈൻഡ് എ ക്വയറ്റ് പ്ലേസ്, പിന്നെ ഹൈഡ് എനി വിൻഡോസ്, നമ്മുടെ പ്രൈവറ്റ്ലി വിൻഡോസ് ഒക്കെ ഹൈഡ് ചെയ്യുക, കണ്ടിന്യൂസ് സ്പീക്ക് ചെയ്യുക, ടൈ ടു കംപ്ലീറ്റ് ഈച്ച് ടാസ്ക്, എല്ലാ ടാസ്ക്കും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുക്കാം. അപ്പോൾ സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുക്കുമ്പോൾ നമ്മുടെ വിൻഡോസും അതുപോലെ നമ്മുടെ ഡെസ്ക്ടോപ്പും അതുപോലെ തന്നെ നമ്മുടെ സ്പീച്ചും രണ്ടും ടെസ്റ്റ് ചെയ്യും. അപ്പോൾ സ്റ്റാർട്ട് കൊടുത്തു. അപ്പോൾ 3, 2, 1 ഓക്കെ. അപ്പോൾ അതിനകത്ത് വേറൊരു പോപ്പപ്പ് വരും. അതിനകത്ത് നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മളൊരു ഇമാജിൻ ചെയ്യാൻ പറയും. നമ്മൾ ഒരു പ്രത്യേക ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞത് ഒരു എയർ സ്പേസ് മ്യൂസിയത്തിലാണെന്നാണ്. സോ അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത്. അപ്പോൾ നമുക്കിതിൽ ഇനി നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അടുത്തൊരു വിൻഡോ വരും. അപ്പോൾ അടുത്തൊരു വിൻഡോ വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എയർ സ്പേസ് മ്യൂസിയത്തിലാണ്. അപ്പോൾ നമുക്ക് ഇനി സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പം അതിനകത്തൊരു ക്വസ്റ്റ്യൻ വരും. ഫസ്റ്റ് ടാസ്ക് ആണ് യൂസ് ദിസ് വെബ്സൈറ്റ് ടു ഫൈൻഡ് എ മാപ്പ് വിത്ത് എ ലേഔട്ട് ഓഫ് മ്യൂസിയം ഇൻ DC. ഈ DCയിലുള്ളൊരു മ്യൂസിയം DCയുടെ മാപ്പ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സൈറ്റിൽ പോയിട്ട് ഇതുപോലെ വിസിറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം അതിൻ്റെ മാപ്പ്. അപ്പോൾ ഇതാണ് യൂസർ ടെസ്റ്റിങ്ങിൻ്റെ ഡെമോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. കാരണം ഇത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെയിൽ വരും. അതിനകത്ത് നിങ്ങൾ ടെസ്റ്റ് പാസ്സായെങ്കിൽ നിങ്ങൾക്ക് ഇനി ഏൺ ചെയ്യാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.